ആഴ്ചഘട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഈ വൈകിയ വേളയിൽ ഒരു കൂട്ടായ്മ കൂടി ആചരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വിലയേറെ സാവകാശം നാം ഒഴിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അത് നമ്മുടെ മാനസാന്തരത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണമുള്ള പ്രബോധനവും ശാസനയും ഗുണീകരണവും തഞ്ചനവും ഒക്കെയും ലഭിക്കുവാൻ വേണ്ടിയാണ് ഓരോ കൂട്ടായ്മയും. അത് ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തും. ആ ദയ നമുക്ക് വിശ്വസ്തതയായി മാറും, നിരന്തരമായി മാറും. അങ്ങനെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരായിട്ടല്ല, നാം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രകാരം ഈ കൂട്ടായ്മയിലും പ്രബോധനത്തിനായി സമയം അനുവദിച്ചു തന്ന ഉപദേഷ്ടാവിനും വചനം കേൾക്കുവാൻ തക്കവണ്ണം കൂടി വന്നിരിക്കുന്ന എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ജീവനായ ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവും ഗുരുവുമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഒരാൾക്ക് വായിക്കാം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. ആമേൻ. എന്താണ് പ്രബോധനം എന്ന് അടിയങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിലെ ഐഹികമായിരിക്കുന്ന കാര്യങ്ങളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ആത്മീയമായിട്ടുള്ള അറിവിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണമുള്ള പ്രബോധനം, ഞങ്ങളുടെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള പ്രബോധനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അത് ലഭിക്കുമ്പോൾ അത് ഞങ്ങൾ ഉഴന്നു കളയുന്നവരായിട്ടല്ല, അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം, അത് പിതാവിന്റെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, അപ്രകാരം ഞങ്ങൾ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവരായി മാറുവാൻ തക്കവണ്ണം. ആമേൻ. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നവരെ പോലെയല്ല, ആമേൻ, ജീവൻ പ്രാപിക്കുവാൻ, സുഖം പ്രാപിക്കുവാൻ, അകത്തെ മനുഷ്യന് ബലം പ്രാപിക്കുവാൻ പ്രബോധനം ഞങ്ങളുടെ ജീവിതത്തിന് ആധാരമായി തീരുവാൻ തക്കവണ്ണം സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശേഷ സമയത്തിലും ഞങ്ങൾ എല്ലാവരും ഏകാത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുവാൻ, ഏകാത്മാവിനെ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുവാൻ, ഒന്ന് തന്നെ ചിന്തിക്കുവാൻ, ഒന്ന് തന്നെ സംസാരിക്കുവാൻ എല്ലാവരും സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശേഷ സമയത്ത് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായം. ആമേൻ. ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രബോധനം എന്ന വാക്ക് കേൾക്കുന്നത് ചുരുക്കമാണ്. നേരത്തെ മെസ്സേജ് കേട്ടതുപോലെ തിരുവചന ശുശ്രൂഷയും സംഗീത വിരുന്നും എന്നുള്ള കാര്യങ്ങൾ ആണ് നോട്ടീസായിട്ടും അനൗൺസ്മെന്റായിട്ടും പറയുന്നത്. എന്നാൽ രോഗശാന്തി ശുശ്രൂഷയും സംഗീത വിരുന്നും എന്നുള്ള ആധികാരികമായിട്ടുള്ള വാക്കുകളാണ്. എന്നാൽ അപ്പോസ്തലന്മാർ എന്താണ്? അപ്പോസ്തലന്മാർ ഓരോ കൂട്ടായ്മയിലും അവർ തങ്ങളുടെ ശിഷ്യന്മാരെ എന്ത് ചെയ്തു? പ്രബോധിപ്പിച്ചു. അതായത് അപ്പോൾ ചിന്തിക്കുക, എന്താണ് പ്രബോധനം? ഒരു മനുഷ്യനെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഉപദേശത്തെയാണ് പ്രബോധനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രക്ഷയിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ വിശ്വാസ വചനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ് പ്രബോധനം. ആ പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ എന്താണ്? പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്താണ് പരിജ്ഞാനം? പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാണെന്ന് നമുക്ക് നാം പഠിക്കുന്ന ഈ നാളുകളിൽ നമുക്കത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ന്യായപ്രമാണത്താൽ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ പ്രബോധനം ഇഷ്ടപ്പെടുന്നവനാണ് പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പ്രബോധനം കേട്ടു രക്ഷയിൽ നിന്ന് അകന്നിരിക്കുന്നവരെ ഉപദേശത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ് പ്രബോധനം. അപ്പോൾ തന്റെ തെറ്റുകളെ കുറിച്ച് ബോധം വരുത്തുന്നതാണ് പ്രബോധനം. അപ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പരിജ്ഞാനം അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്? അപ്പോൾ ഓരോ പ്രബോധനത്തിലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ന്യായപ്രമാണമായിരിക്കണം. ന്യായപ്രമാണത്തോടു കൂടിയുള്ള പ്രബോധനം അല്ലെങ്കിൽ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കൂടെ ആയിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും തെറ്റുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള
ഉപദേശം അല്ലെങ്കിൽ പ്രബോധനം, വാക്കുകൾ, അത് ശാസനയാകാം, ഗുണീകരണമായി വെളിപ്പെടും, തർജ്ജനമായി വെളിപ്പെടും. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യും? പ്രബോധനത്തിൽ കൂടെ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ്? പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ, പ്രജ്ഞാനം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ തന്റെ പാപത്തെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം മനസ്സ് ഒരു വ്യക്തിക്ക് പ്രബോധനം എന്താണ്? അത് ഇഷ്ടമായി തീരും. ഇല്ല എങ്കിൽ പ്രബോധനം ഇഷ്ടപ്പെടുന്നില്ല, ശാസന വെറുക്കും. ആ പ്രബോധനത്തെ വെറുക്കുന്നവൻ ആരാണ്? മൃഗപ്രായനാണ്. അതാണ് മൃഗപ്രായനായ മനുഷ്യനത് ഗ്രഹിക്കുന്നില്ല. ആമേൻ. അപ്പോൾ എവിടെയാണ് ദൈവത്തിന്റെ പ്രബോധനം ഉള്ളത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രബോധനം എവിടെയാണ് ഉള്ളത്? അതാണ് യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു. നിങ്ങളുടെ ആലോചന 23-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം. അവർ അത്യുന്നതന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളെ ദൈവത്തിന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്താണ് വാസ്തവത്തിൽ വചനപ്രകാരം നോക്കിയാൽ പ്രബോധനം? നമ്മുടെ ആകാത്ത വഴിയിൽ നിന്നും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും വിട്ടുതിരിക്കുന്നതാണ് പ്രബോധനം. അത് എല്ലാ കൂട്ടായ്മകളിലും പ്രബോധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഇന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും രോഗശാന്തി ശുശ്രൂഷയും സംഗീത വിരുന്നും അത്ഭുത വിടുതലും എന്നൊക്കെയുള്ള തലക്കെട്ടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ അത് എന്താണ്? വചനപ്രകാരം പരിശോധിച്ച് നോക്കിയാൽ അത് ദൈവത്തിന്റെ ആലോചന സഭ അല്ല. അത് ആരുടെ ആലോചന സഭയാണെന്ന് നാം എന്ത് ചെയ്യണം? ഇന്നാളുകൾ വിവേചിക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ അത്യുന്നതന്റെ ആലോചന സഭ ആണെങ്കിൽ പ്രബോധനം എങ്ങനെയായി വെളിപ്പെടും? നമ്മുടെ ജീവിതത്തിലെ ആകാത്ത വഴിയിൽ നിന്നും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും വിട്ടുതിരിക്കേണ്ട ഉപദേശം, അല്ലെങ്കിൽ ഗുണീകരണം, തർജ്ജനം, ശാസനയായിട്ട് എന്ത് ചെയ്യും? വെളിപ്പെട്ട് കിട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. അങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് എന്താണ്? അത് അനുഗ്രഹമായി തീരും. അല്ലെങ്കിൽ ഐഹികമായിട്ടുള്ള തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നത് മുഖാന്തരം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ പാപത്തിന്റെ പരിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ട് ഞാൻ പാപി എന്ന് സമ്മതിക്കുന്ന ആ പാപിയെ തേടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അതാണ് 99 നീതിമാന്മാരെയല്ല, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ തേടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. ആ അനുഭവം ഏത് കൂട്ടായ്മയിലുണ്ടോ ആ കൂട്ടായ്മയാണ് സ്വർഗം സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് മാറിത്തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഏത് കൂട്ടായ്മകളിലാണ് നാം പോകുന്നത്? അപ്പോൾ ചിന്തിക്കാം, ഇത് പഴയ നിയമമല്ലേ? പഴയ നിയമകാലത്തല്ലേ ഇങ്ങനെയുള്ള അത്യുന്നതന്റെ ആലോചന സഭ? ഇന്ന് ക്രിസ്തുവിന്റെ സഭയാണ്, നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നവർക്കും വേണ്ടി അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിന്റെ 24 മുതൽ വായിക്കാം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരം ഇല്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിഞ്ഞു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അങ്ങനെ അവൻ കവിഞ്ഞു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. നമ്മൾ ആരംഭത്തിൽ 20 കൂടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അവസാനം എന്തായിരിക്കും? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ അനുതാപ ഹൃദയങ്ങളോട് കൂടിയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അപ്പോൾ അത്യുന്നതന്റെ ആലോചന സഭയായിരുന്നു അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മകൾ എന്ന് ഈ വചന മുഖാന്തരം നമുക്ക് തെളിയിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ കേട്ട വചന മുഖാന്തരം അപ്പോൾ ഒരു വ്യക്തി കൂട്ടായ്മയിൽ ആദ്യമായി കടന്നു വന്നാൽ, അല്ലെങ്കിൽ പ്രബോധനം കേൾക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തി ഒരു കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്റെ തെറ്റ് ഗ്രഹിക്കുവാൻ തക്കവണ്ണം എന്താണ്? പ്രബോധന മുഖാന്തരം ആ വ്യക്തിയുടെ ഹൃദയങ്ങൾ ആ വ്യക്തി സ്വയമായി എന്ത് ചെയ്യും? വിവേചിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആ വ്യക്തിക്ക് പാപബോധം വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ അവന്റെ ഹൃദയ രഹസ്യങ്ങളും എന്ത് ചെയ്യും? വെളിപ്പെട്ട് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇതാണ് യഥാർത്ഥമായ പ്രബോധനം. ഇത് പ്രബോധനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാവണം. അവനെ തന്നെ എന്ത് ചെയ്യണം? വിവേചിക്കണം. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ
വെളിപ്പെട്ട് വരുന്നതാണ് ഒരു കൂട്ടായ്മയും. അതാണ് യഥാർത്ഥമായ കൂട്ടായ്മയിലുള്ള ഉപദേശം അല്ലെങ്കിൽ പ്രബോധനം എന്ന് പറയുന്നത്. അതാണ് ഇതിനെ തിരിച്ചറിഞ്ഞ് അവൻ എന്ത് ചെയ്യും? വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ദൈവത്തെ നമസ്കരിക്കും. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ആകാത്ത വഴിയിൽ നിന്നും പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? വിട്ടുതിരിയുവാൻ തക്കവണ്ണം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വാസ്തവമായി ദൈവത്തെ വീണ് നമസ്കരിക്കുവാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥമായ ഒരു കൂട്ടായ്മയെ, ആ കൂട്ടായ്മയിൽ വെളിപ്പെട്ട് വരുന്ന പ്രബോധനങ്ങളും. ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ് ദൈവത്തിന്റെ ആലോചന സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 1-ാമത്തെ സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇതൊക്കെ എന്താണ്? അവരവരുടെ ജീവിതത്തിലെ ആകാത്ത വഴികളും പ്രവൃത്തികളുടെ ദോഷത്തുമാണ്. അപ്പോൾ എന്താണ്? അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്റെ ആലോചന എന്താണെന്ന് അറിയണമെങ്കിൽ അത്യുന്നതന്റെ ആലോചന എന്താണെന്ന് നാം എന്ത് ചെയ്യണം? ഗ്രഹിക്കണം. പാപിയുടെ വഴി എന്താണെന്ന് തിരിച്ചറിഞ്ഞാലേ ക്രിസ്തുവിന്റെ വഴി എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. പരിഹാസിയുടെ ഇരിപ്പിടം എന്താണെന്ന് അറിഞ്ഞാലേ പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടം എന്താണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇതിനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതാണ് പ്രബോധനം. പ്രബോധനത്തിൽ കൂടെ വരുന്ന ദൈവത്തിന്റെ ആലോചന സഭ. അപ്പൊ ഇത് രണ്ടും എല്ലായ്പ്പോഴും ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ ആലോചന സഭയിൽ എന്താണ്? വാസ്തവമായ പ്രബോധനമുണ്ട്. പ്രബോധനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മനുഷ്യന്റെ ആകാത്ത വഴികളും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും വിട്ടുതിരിക്കേണ്ട ഉപദേശമുണ്ട്. അല്ലെങ്കിൽ ആ ഉപദേശം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ്? പാപബോധം ഉണ്ടാകും. ഹൃദയം സ്വന്തമായി വിവേചിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ വ്യക്തിയുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മുഖാന്തരം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിൽ, ഞാൻ പാപി എന്ന് സമ്മതിക്കുന്നുവെങ്കിൽ, ആ പാപിയെ തേടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. അങ്ങനെ മനസ്സ് വയ്ക്കുന്ന ഒരു കൂട്ടായ്മയിൽ അങ്ങനെ കേൾക്കുന്ന പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിത്യനാശത്തിൽ നിന്നും നമ്മുടെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, പാതാളത്തെ ഞാൻ എന്റെ വീടായി പ്രതീക്ഷിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോകുവാൻ തക്കവണ്ണം, മൃഗപ്രായനായിരിക്കുന്ന ജീവിത അനുഭവത്തിൽ നിന്ന് മാനത്തോടിരിക്കുന്ന മനുഷ്യനായി മാറുവാൻ തക്കവണ്ണം പ്രബോധനം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇടയാകുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ശാസന വെറുക്കുന്നവൻ ആരാണ്? മൃഗപ്രായൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ആമേൻ. അപ്പോൾ ശാസന നമുക്ക് എന്തിനാണ് ശാസിക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഗ്രഹിക്കണം. ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണോ എന്റെ കർത്തൃത്വങ്ങളിൽ നിന്നും ഒരു ശാസന വന്നതെങ്കിൽ ഞാൻ അതിനെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ഞാൻ അതിനു വേണ്ടി നിരപ്പ് പ്രാപിക്കുന്നുവെങ്കിൽ ആ ശാസന എനിക്ക് എന്തായും? നീതിമാന ശാസന എനിക്ക് തലക്കെട്ടായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശാസന എന്തിനാണ് വന്നതെന്ന് ഞാൻ എന്ത് ചെയ്യണം? വിവേചിക്കണം. അതിനാണ് ദൈവത്തിന്റെ ആലോചന സഭയും പ്രബോധനങ്ങളും നമുക്ക് ഓരോ കൂട്ടായ്മ മുഖാന്തരം ലഭിക്കുന്നത്. ഓരോ പ്രബോധനത്തിലും നമുക്ക് കിട്ടുന്ന ശാസനകൾ എന്താണ്? നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിനെ ഏറ്റെടുക്കുന്നുവെങ്കിൽ നമ്മുടെ തലയ്ക്ക് എന്താണ്? അത് എണ്ണയായി തീരുവാൻ തക്കവണ്ണം. എണ്ണയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്ന ഒരു അനുഭവം. ആ പാപബോധമുള്ള, അതാണ് ഓരോ ശുശ്രൂഷയിലും നാം എന്ത് ചെയ്യും? നിഗളിച്ചു പോകുന്നവരായിട്ടല്ല, പാപബോധമുള്ളവരായി, കുറ്റബോധമുള്ളവരായി ഓരോ കൂട്ടായ്മകളും നാം എന്ത് ചെയ്യും? നിറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് യഥാർത്ഥമായ കൂട്ടായ്മ. തന്നെത്താൻ നിഗളിച്ച് ഞാൻ എല്ലാം നേടി എന്ന് ഭാവിക്കുന്ന കൂട്ടായ്മകളല്ല, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ മഹാപാപിയാണെന്ന് സമ്മതിക്കുന്ന അനുഭവം. അതാണ് യഥാർത്ഥമായ കൂട്ടായ്മ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ തക്കവണ്ണം, നമ്മുടെ സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, എങ്ങനെയാണ് ഞാൻ പ്രബോധനം ഇഷ്ടപ്പെടേണ്ടത്, എങ്ങനെയാണ് ഞാൻ ശാസന വെറുക്കാതിരിക്കേണ്ടതെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ ആലോചന സഭ എന്താണെന്ന് നാം ഗ്രഹിക്കുവാൻ തക്കവണ്ണം, വാസ്തവമായി അത് ഗ്രഹിച്ചുകൊണ്ട് ഇന്നുള്ള രോഗശാന്തി ശുശ്രൂഷയും സംഗീത വിരുന്നുമൊക്കെയും ആരുടെ നിയന്ത്രണത്തിലാണ്? അതാണ് വചനം പറയുന്നത്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഈ ലോകത്തിലെ സകല മഹത്വങ്ങളും പിശാചിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യും? കൊടുക്കും. അത് മനസ്സ് വയ്ക്കുന്നവർ, അല്ലെങ്കിൽ പിശാചിനെ ആരാധിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് അത് കൊടുക്കുവാൻ തക്കവണ്ണം ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്? നമ്മുടെ ശുദ്ധീകരണം. അതാണ് എന്നോട് കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നപ്പോൾ പിതാവിന് ഇഷ്ടമാണ് നാം പ്രബോധനം ഇഷ്ടപ്പെടണം, ശാസന വെറുക്കാതിരിക്കണം, നമ്മുടെ ആകാത്ത വഴികളും പ്രവൃത്തിയുടെ ദോഷങ്ങളിൽ നിന്നും വിട്ടുതിരിഞ്ഞ് എന്താണ്? കുറ്റത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ആ ദൈവത്തിന്റെ ആലോചന സഭയിൽ നാം നിന്നുകൊണ്ട് ദുഷ്ടന്റെ ആലോചന വിട്ട് അത്യുന്നതന്റെ ആലോചനയിലേക്ക് മടങ്ങി വരുന്നത്, പാപിയുടെ വഴി വിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ വഴിയിലേക്ക് നാം മടങ്ങി വരുന്നത്, പരിഹാസിയുടെ ഇരിപ്പിടം വിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി വരുന്നതൊക്കെയും എന്താണ്? പിതാവിന്റെ ഇഷ്ടമാണ്. അപ്പോൾ പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നിത്യമായിരിക്കുന്ന ആ സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇല്ല എങ്കിൽ നിത്യനാശത്തിലേക്ക്
അധമം പ്രവർത്തിക്കുന്നവരായാണ് നാം ജീവിക്കുന്നുവെങ്കിൽ, അന്യായം പ്രവർത്തിക്കുന്നവരായാണ് നാം ജീവിക്കുന്നുവെങ്കിൽ നിത്യനാശത്തിലേക്ക് ഇരുട്ടും പല്ലുകടിയും ഉണ്ടാകുന്ന ആ ഒരു അനുഭവത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ആയാൽ നമ്മുടെ ആത്മീക ജീവിതം ആ ഒരു അനുഭവത്തിലേക്കല്ല, നിത്യജീവനിലേക്ക് പോകുവാൻ തക്കവണ്ണം, പ്രബോധനം ഇഷ്ടപ്പെടുവാൻ, പരിജ്ഞാനം ഇഷ്ടപ്പെടുവാൻ തക്കവണ്ണം, ഒപ്പം ശാസനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആകാത്ത വഴികളും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും വിട്ടുതിരിഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടമായിരിക്കുന്ന ആ ശുദ്ധീകരണ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ആഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ആദ്യം അടിയനെ തന്നെ പ്രബോധിപ്പിക്കുന്നു, ഒപ്പം എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ ഞാൻ അവരുടെ ആകാത്ത വഴികളിൽ നിന്നും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ വിട്ടുതിരിക്കുമായിരുന്നു. എന്റെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കുമ്പോൾ അതാ ഞങ്ങളുടെ കൂട്ടായ്മകൾ എപ്രകാരമുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോ കൂട്ടായ്മ മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ശാസനയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലെ ആകാത്ത വഴികളും പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്ന് വിട്ടുതിരിയുവാൻ തക്കവണ്ണമുള്ള ഉപദേശം ഞങ്ങളുടെ ജീവിതത്തിൽ പൊഴിച്ചു കിട്ടുമ്പോൾ അതിനെ ഞങ്ങൾ നിഗളിച്ചോ അതിനെ പുറകിലെറിഞ്ഞ് കളയുന്നവരായിട്ടല്ല, അതിനെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ തെറ്റുകളെ ഞങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതിനെ വാസ്തവമായി ഞങ്ങൾ അനുദപിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് താൻ താഴ്ത്തി ഭാവി എന്ന് സമ്മതിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ പ്രവാസകാല ഭയത്തോടും വിറയലോടും കൂടെ കഴിക്കുവാൻ തക്കവണ്ണം, പ്രകാരമുള്ള അനുഭവത്തിലേക്ക് ഞങ്ങൾ എത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ കുറ്റബോധമുള്ളവരായി, പാപബോധമുള്ളവരായി, പ്രജ്ഞാനം ഇഷ്ടപ്പെടുന്നവരായി മാറുവാൻ തക്കവണ്ണം എല്ലാവരെയും സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശേഷ സമയത്തിന് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.